ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുൻപേ തന്നെ ഓരോ മുന്നണികളും തങ്ങളുടെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിനോടുള്ള ആവേശവും കൗതുകവും തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കും പ്രവചനങ്ങൾക്കും കാരണമായത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ത്രികോണ മത്സരം നടന്ന ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ. തുടക്കം മുതൽ തന്നെ വളരെ വലിയ തരത്തിലുള്ള നാടകീയത നിലനിന്നിരുന്ന ഒരു ലോക്സഭാ മണ്ഡലം. സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ട് UDF സൃഷ്ടിച്ച ഓളം ഒതുങ്ങിയപ്പോഴേക്കും NDA സ്ഥാനാർത്ഥി പ്രചരണത്തിന്റെയും വോട്ട് ശേഖരണത്തിന്റെയും ഭാഗമായി നടത്തിയ ചില പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി. പല തരത്തിലുള്ള വിമർശനങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതേസമയം തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് പ്രചരണത്തിന്റെ ഭാഗമായി ഇറക്കിയ വ്യത്യസ്ത പോസ്റ്ററുകളിലൂടെയാണ്. വലിയ തരത്തിലുള്ള പ്രചരണങ്ങൾ മൂന്ന് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷം തന്നെയായിരുന്നു. ഒരു നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ തന്റെ അണികൾ പ്രചരണത്തിന് ഇറങ്ങേണ്ടി വന്നു എന്ന് കെ മുരളീധരൻ പലപ്പോഴും സങ്കടപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം തീർത്തും വ്യത്യസ്തമാണ്. തൃശ്ശൂരിലെ പ്രചരണത്തിൽ തനിക്ക് അവഗണന നേരിട്ടു എന്ന് മുരളീധരൻ പരാതി പറഞ്ഞു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നു. എന്നാൽ പ്രചരിച്ചത് വ്യാജ വാർത്തകളാണ് എന്ന് പിന്നീട് വിശദീകരിച്ചുകൊണ്ട് മുരളീധരൻ തന്നെ രംഗത്തും വന്നു. എന്നാൽ തൃശ്ശൂരിലെ നേതാക്കൾ പ്രചരണത്തിൽ നിന്നും പിൻവലിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ ഓരോ നേതാക്കളുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പരിശോധിച്ചാൽ മതി. അവർ എത്രമാത്രം പിന്തുണ കെ മുരളീധരൻ നൽകിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. TN പ്രതാപന് നൽകിയ പിന്തുണയുടെ തോതും കെ മുരളീധരന് നൽകിയ പിന്തുണയുടെ തോതും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇനി മുരളീധരൻ പ്രതീക്ഷിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപന് അനുകൂലമായ വോട്ടുകളും കെ കരുണാകരൻ എന്ന വികാരത്തിന് മേൽ ലഭിക്കുന്ന വോട്ടുകളും പിന്നെ എക്കാലത്തെയും സമ്പത്തായ ക്രൈസ്തവ വോട്ടുകളുമാണ്. എന്നാൽ അവ അനുകൂലമാകില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇനി NDAയുടെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി കരസ്ഥമാക്കിയ വോട്ടുകളിൽ ഭൂരിഭാഗവും ആവേശത്തിന്റെ പുറത്ത് ലഭിച്ച വോട്ടുകളാണ് എന്നാണ് സാഹചര്യം വ്യക്തമാക്കുന്നത്. സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ താരപരിവേഷം വോട്ട് കൂടുതൽ ലഭിക്കാൻ കാരണമായി. എന്നാൽ 5 വർഷം കൊണ്ട് സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിൽ ചർച്ചയായി എന്നതും അവർ അദ്ദേഹത്തെ അടുത്തറിഞ്ഞു എന്നതും ഇത്തവണ ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആവേശക്കടൽ ഇനി ഉണ്ടാകില്ല എന്നാണ് നിലവിലെ വിലയിരുത്തൽ. മണിപ്പൂരിലെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സുരേഷ് ഗോപി നടത്തിയ പ്രതികരണം പ്രതികൂല സാഹചര്യത്തിലേക്ക് നീങ്ങാൻ സാധ്യത ഏറെയാണ്. മാത്രമല്ല ക്രൈസ്തവ ഏകീകരണം പാളിപ്പോയി എന്നും വിലയിരുത്തലുകളുണ്ട്. ഇത് ദീപികയിൽ നിരന്തരമായി പ്രത്യക്ഷപ്പെട്ടിരുന്ന ലേഖനങ്ങളും അതുപോലെ തന്നെ എഡിറ്റോറിയലുകളും വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും പുറത്ത് നടത്തിയ പ്രചരണത്തെക്കാൾ ഓളം സൈബർ രംഗത്ത് ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് NDAക്ക് നേട്ടം തന്നെയാണ്. ഇനി LDFന്റെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂരിൽ വർഷങ്ങളുടെ പരിചയവും സ്വാധീനവുമുള്ള നേതാവാണ് സുനിൽകുമാർ. സർവോപരി തൃശ്ശൂർക്കാരൻ എന്ന ഒരു ഇമേജുമുണ്ട്. LDFന് അനുകൂലമായി നിൽക്കുന്ന പോളിംഗ് ശതമാനം എന്ന വിലയിരുത്തൽ കൂടിയാകുമ്പോൾ സുനിൽകുമാറിന് സാധ്യതയേറെയാണ്. എന്നാൽ തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ അട്ടിമറി നടക്കുന്നത് തീരദേശ വോട്ടുകളിലാണ്. 2019 പ്രതാപന് അനുകൂലമായ എല്ലാ തീരദേശ വോട്ടുകളും ഇത്തവണ മുരളീധരനേക്കാൾ തുണയാവുക VS സുനിൽകുമാറിനാണ്. മാത്രമല്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർത്തും വിഭിന്നമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം തന്നെയാണ് ഇത്തവണയുള്ളത്. 2019 നിന്നും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ 7 നിയോജക മണ്ഡലങ്ങളിലും LDFന് വൻപിച്ച നേട്ടമുണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതേ കാര്യം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് LDFന്റെ വിലയിരുത്തൽ. മാത്രമല്ല ഇത്തവണ ഭരണവിരുദ്ധ വികാരം കുറഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലും CPMന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ കരുവന്നൂർ കേസ് പ്രാദേശിക തലത്തിൽ വലിയ ഓളം ഉണ്ടാക്കിയില്ല എന്നുള്ള വിലയിരുത്തലും LDFനെ സംബന്ധിച്ചിടത്തോളം അനുകൂലം തന്നെയാകും. ഒരു അട്ടിമറി പ്രതീക്ഷിക്കുകയാണ് ഇടതുപക്ഷം ഇവിടെ.